നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻസിനെ പറ്റിയും അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയുമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ മിക്കവാറും എല്ലാ ദിവസവും യൂട്യൂബിൽ ഓരോ ഹെൽത്ത് ടിപ്സ് ഇടാറുണ്ട്. ചെറിയ ചെറിയ മെഡിക്കൽ ടോപ്പിക്സ് പൊതുജനങ്ങളുടെയും നമ്മുടെ പേഷ്യൻസിൻ്റെയൊക്കെ അറിവിലേക്കാണ് ഇടുന്നത്. അത് നോക്കിയാൽ പലർക്കും ഉപയോഗമുള്ളതാണെന്ന് പറയുന്നതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ഷെയർ ബട്ടൻ്റെ അടുത്ത് ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്, അത് ഞെക്കിയാൽ, അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക് യു. അപ്പോൾ ഇന്ന് നമുക്ക് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി പഠിക്കാം. നമ്മുടെ കഴുത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ബാക്കിലായി കാണുന്ന 4 ചെറിയ ഗ്ലാൻസാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻസ്. 1924 കോളിപ്പ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത്. 2 മുകൾ ഭാഗത്തും 2 താഴ്ഭാഗത്തും തൈറോയിഡിൻ്റെ മുകളിലുള്ളതിന് സുപ്പീരിയർ പാരാതൈറോയിഡെന്നും താഴെയുള്ളതിന് ഇൻഫീരിയർ പാരാതൈറോയിഡെന്നും പറയും. അത് ഡെവലപ്മെൻറ്റൽ പരമായി, അതായത് അത് ഡെവലപ്പ് ചെയ്യുന്നത്, സുപ്പീരിയർ ഡെവലപ്പ് ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്നും ഇൻഫീരിയർ ഡെവലപ്പ് ചെയ്യുന്നത് തൈമസ് ഗ്ലാൻഡിൽ നിന്നുമാണ്. പിന്നെ ഇത് കൂടാതെ പല ആളുകൾക്കും ചെറിയ ചെറിയ പാരാതൈറോയ്ഡ് ഗ്ലാൻസ് ഈ കഴുത്തിൻ്റെ ചുറ്റും ഈ ഈസോഫാഗസിൻ്റെ ട്രക്കിയയുടെ ഇടയിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പാരാതൈറോയ്ഡ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണിൻ്റെ പേരാണ് പാരാതോർമോൺ അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോൺ. ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡാണ്, ഒരു സിംഗിൾ ചെയിനുള്ള പോളിപെപ്റ്റൈഡാണ്. 84 അമൈനോ ആസിഡ്സ് ഉണ്ട്. അത് തന്നെ 2-3 വിഭാഗമുണ്ട്. ആക്റ്റീവുണ്ട്, അതിൻ്റെ പ്രിക്കസറുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉപയോഗം നമ്മുടെ കാൽസ്യം മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കാനാണ്. കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ആ കാൽഷ്യം മെറ്റബോളിസത്തിനെ, കാൽഷ്യത്തിൻ്റെ ബ്ലഡിലെ ലെവലിനെയും നിയന്ത്രിക്കുന്നതാണിത്. ഉദാഹരണത്തിന്, ഈ പാരാതൈറോയ്ഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ കൂടുതലുണ്ടാകും. ഒരു ഫീഡ്ബാക്ക് മെക്കാനിസമാണ്. അതുപോലെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ പാരാതോർമോണിൻ്റെ അളവ് കുറയും, ഇൻഹിബിറ്റ് സെക്രീഷൻ. പിന്നെ അതുപോലെ കാൽഷ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഇതാണ് ഫോസ്ഫേറ്റ്സ്. കാൽഷ്യത്തിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുമ്പോൾ ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറയും. ഫോസ്ഫേറ്റ്സിൻ്റെ ലെവൽ കൂടുമ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറയും. ഇനി കാൽഷ്യത്തിനെ പറ്റി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള 99% ഓഫ് കാൽഷ്യം ഇരിക്കുന്നത് ബോണിനകത്താണ്. ബാക്കി 1% ഉള്ളു സർക്കുലേഷനിലുള്ളത്. അതിൽ തന്നെ 15% അയോണിക് ഫാമിലാണുള്ളത്. 40% പ്രോട്ടീൻ ബൗണ്ടാണ്. 10% കമ്പൈൻഡ് വിത്ത് സിട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ് അയോൺസ്. അങ്ങനെയാണ് കാൽഷ്യം ഇരിക്കുന്നത്. കാൽസ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ജോലികളുണ്ട്. ഒന്ന്, ഏറ്റവും നോർമൽ കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത് 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററാണ്. 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററാണ്. യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഫങ്ഷൻ ബോൺ ഫോർമേഷനാണ്. നമ്മുടെ ബോണിൻ്റെ എല്ലാ സ്ഥിരതയ്ക്കും കാൽഷ്യം അത്യാവശ്യമാണ്. 2, രക്തം കട്ടിപിടിക്കുന്നതിന് കൊയാഗുലേഷനിൽ ഒരു ഫാക്ടറാണ് കാൽഷ്യം. കാൽസ്യം ഉണ്ടെങ്കിൽ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്തത്, പ്രോട്ടീൻ. 3, ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ പമ്പിങ്ങിന്, അതിൻ്റെ കൺട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും കാൽസ്യം അത്യാവശ്യമാണ്. പിന്നെ നെർവ് ഫങ്ഷനുമുണ്ട്, അതായത് ഞരമ്പ് സംബന്ധമായ പല കാര്യങ്ങൾക്കും കാൽസ്യം വേണം. പിന്നെ സെക്രീറ്ററി ആക്ടിവിറ്റീസ് ഉണ്ട്. സെക്രീറ്ററി ആക്ടിവിറ്റീസിലെ പല സെക്രീഷൻസും നിയന്ത്രിക്കുന്നത് കാൽസ്യമാണ്. ഇനി ഇതേപോലെ കാൽഷ്യത്തിനെ പോലെ തന്നെ പാരാതൈറോയ്ഡിനും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ ബേസിക് ഫങ്ഷൻ എന്നത് കാൽസ്യത്തിനെ കൺസർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പാരാതൈറോയ്ഡിൻ്റെ മെയിൻ ജോലി. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അത് നമ്മുടെ ശരീരത്തിൽ സീറത്തിലെ കാൽസ്യം കുറവാണെങ്കിൽ ബോണിൽ നിന്ന് കാൽസ്യത്തിനെ റീഅബ്സോർഷൻ ചെയ്യും, എന്നിട്ട് അത് ബ്ലഡിൽ കൊണ്ടുവരും. അതുപോലെ കിഡ്നി കാൽസ്യത്തിനെ എക്സ്ക്രീറ്റ് ചെയ്യും, അതിനെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് പാരാതൈറോയ്ഡാണ്. അതുപോലെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് കാൽസ്യത്തിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. പിന്നീട് അതുപോലെ കാൽസ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫോസ്ഫേറ്റ്സ്. കാൽഷ്യം ബ്ലഡിൽ കുറഞ്ഞാൽ ഫോസ്ഫേറ്റ്സ് കൂടും, ഫോസ്ഫേറ്റ്സ് കൂടിയാൽ കാൽഷ്യം കൂടും. അതുകൊണ്ട് ഫോസ്ഫേറ്റിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടും. അതാണ് അടുത്തത്. ഈ കാൽസിട്രോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് കിഡ്നി ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഫോർമേഷന് സഹായിക്കും. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിനകത്ത്, ആമാശയത്തിനകത്ത് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിൻ ഉണ്ടാക്കാൻ ഈ പാരാതൈറോയ്ഡ് സഹായിക്കും. പിന്നെ
ആക്ടിവേറ്റ് സൈക്ലിക് AMP. സൈക്ലിക് AMP എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ ടാർഗറ്റ് ഓർഗൻസിൽ അതിൻ്റെ ആക്ഷനെ സഹായിക്കുന്നത് പാരാത്തോർമോണാണ്. ഇനി ഈ പാരാത്തോർമോൺ കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഹൈപ്പർ പാരാതൈറോയിഡിസം എന്നും പാരാതൈറോയിഡ് കുറയുമ്പോൾ ഉള്ള അവസ്ഥയെ ഹൈപ്പോ പാരാതൈറോയിഡിസം, ഇത് രണ്ടും അസുഖങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ പാരാതൈറോയിഡിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ കൂടുതലാണോ കുറവാണോ എന്ന് അറിയണമെങ്കിൽ ചില ലാബറട്ടറി ടെസ്റ്റുകളൊക്കെ ഉണ്ട്. വളരെ സിമ്പിളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സീറത്തിലെ കാൽസ്യം ലെവൽ നോക്കിയാൽ മതി. നോർമൽ ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg/dL ആണ്. അത് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം. ഹൈപ്പർ പാരാതൈറോയിഡിസത്തിലാണെങ്കിൽ അത് കൂടും, ഹൈപ്പർ പാരാതൈറോയിഡ് അത് കുറയും. ഇനി സീറം ഫോസ്ഫേറ്റ് നോർമൽ ലെവൽ 2.5 to 4.8 ആണ്. അത് കൂടുന്നോ കുറയുന്നു. അത് കാൽഷ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാൽഷ്യം കൂടിയാൽ ഫോസ്ഫേറ്റ് കുറയും, ഫോസ്ഫേറ്റ് കൂടിയാൽ കാൽസ്യം കുറയും. പിന്നെ സീറം ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് നോക്കാം. പിന്നെ ഈ പാരാത്തോർമോൺ തന്നെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ റേഡിയോ ഇമ്മ്യൂണോ അസേ ഉപയോഗിച്ച് പാരാത്തോർമോണിൻ്റെ അളവ് നോക്കാം. അത് കൂടുതലോ കുറവാണ് കണ്ടുപിടിക്കാം. അതുപോലെ കാൽഷ്യം അബ്സോർപ്ഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം ബ്ലഡിൽ. നോർമൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ 35 ± 3.4 നാനോഗ്രാം/ml ആണ്. അത് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. പിന്നെ സീറം ഇലക്ട്രോലൈറ്റ്സ് നോക്കാം. കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇതെല്ലാം നമുക്ക് ബ്ലഡിൽ നോക്കാൻ പറ്റും. പിന്നെ 24 hours യൂറിൻ ഔട്ട്പുട്ട്, യൂറിൻ എടുത്താൽ 24 hour സാമ്പിൾ യൂറിൻ എടുത്താൽ അതിനകത്ത് കാൽഷ്യം എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. നോർമൽ എന്ന് പറയുന്നത് 3 to 4 mg/kg ബോഡി വെയിറ്റ് ആണ്. അത് മോർ ദാൻ 300 mg കൂടുതലാണെങ്കിൽ ഹൈപ്പർ കാൽസ്യമി ഉണ്ടെന്ന് നമുക്ക് ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടെന്ന് അനുമാനിക്കാം. അതുപോലെ യൂറിനറി സൈക്ലിക് AMP നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. അത് ഹൈപ്പർ പാരാതൈറോയിഡിസം അത് കൂടുതലായിരിക്കും, ഹൈപ്പോയിൽ കുറവായിരിക്കും. അതുപോലെ സീറം ഹൈഡ്രോക്സി പ്രോളീൻ നോക്കാം. അത് നോർമൽ വാല്യൂ 15 to 42 മില്ലിഗ്രാമാണ്. അത് ഹൈപ്പർ പാരാതൈറോയിഡിസം അത് കൂടും. അതുപോലെ ബോൺ ഡെൻസിറ്റി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ബോൺ സ്കാൻ ചെയ്യാം. വേറെ ഇപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്, ബോൺ ചെയ്ത് നോക്കാം അതിൻ്റെ തിക്നെസ്. പിന്നെ പാരാതൈറോയിഡ് ഹോർമോൺസ്, പാരാതൈറോയിഡ് ഗ്ലാൻഡിന് വല്ല ട്യൂമറോ വല്ല കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി സ്കാൻ ചെയ്ത് നോക്കാം. അതിന് ഒരുപാട് പുതിയ സ്കാൻ ചെയ്ത് നോക്കണം. MRI പോലത്തെ സ്കാനൊക്കെ ചെയ്യാം. ഇനി നമുക്ക് എന്താണ് ഈ ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറയാം. ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, പാരാത്തോർമോണിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുക, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, കാൽഷ്യത്തിൻ്റെ അളവ് കൂടും, അപ്പോൾ ഫോസ്ഫറസിൻ്റെ അളവ് കുറവ്. അപ്പോൾ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് ഒന്ന് ഹൈപ്പർ കാൽസ്യമീയ, രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കൂടുക. 2 ഹൈപ്പോ ഫോസ്ഫറ്റീമിയ, ഫോസ്ഫേറ്റിൻ്റെ അളവ് ക്രമാതീതമായി കുറയുക. പിന്നെ ബോണിൽ നിന്ന് കാൽഷ്യം റീഅബ്സോർബ് ചെയ്തുകൊണ്ട് ബോണിന് തിക്നെസ് കുറയും, ബോൺ സിസ്റ്റ് ഉണ്ടാവും, ബോണിന് ഡിഫോമിറ്റിയൊക്കെ വരും. പിന്നെ കാൽഷ്യം ഈ ബ്ലഡിൽ ഒരുപാടുള്ളതുകൊണ്ട് അത് കിഡ്നിയിൽ പോയി അടിഞ്ഞ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും കൂട്ടാൻ സഹായിക്കുന്നുണ്ട്, പെപ്റ്റിക് അൾസർ വരാൻ സാധ്യതയുണ്ട് ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൽ. ഈ ഹൈപ്പർ പാരാതൈറോയിഡിസം കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന് അഡിനോമ. അഡിനോമ എന്ന് വെച്ചാൽ ഒരു ബിനൈൻ സ്വെല്ലിംഗ് ആണ്, ഒരു ട്യൂമറാണ്. ബിനൈൻ ട്യൂമറിനെയാണ് അഡിനോമ. 85% കേസുകളും ഈ അഡിനോമ കൊണ്ടാണ് വരുന്നത്, ട്യൂമർ കൊണ്ടാണ്. രണ്ടാമത് മൊത്തത്തിൽ പാരാതൈറോയിഡ് വലുതാവുന്നു, ഹൈപ്പർപ്ലേസിയ ആവാത്ത പാരാതൈറോയിഡ്. 3 മാലിഗ്നൻസി. മാലിഗ്നൻസി എന്ന് വെച്ചാൽ ക്യാൻസർ പോലെ, ഉദാഹരണത്തിന് തൈറോയിഡ് ഗ്ലാൻഡ് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് പാരാതൈറോയിഡ് വരാം. അങ്ങനെ വേറെ ബ്ലഡ് വഴി പല സ്ഥലത്തുള്ള ക്യാൻസറും വരാം, അല്ലാതെ തന്നെ പാരാതൈറോയിഡ് ക്യാൻസർ വരാം. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം. ഒന്ന്, അതിനെ ചുരുക്കി പറഞ്ഞാൽ ഡിസീസ് ഓഫ് ബോൺസ്, സ്റ്റോൺസ്, അബ്ഡോമിനൽ ഗ്രോൺ, സൈക്കിക് മോൺസ് എന്നാണ് തമാശയ്ക്ക് പറയുന്നത്. അതായത് ബോണിൽ ഡിഫോമിറ്റീസ്, ബോണിലെ കുഴപ്പങ്ങൾ വരും, കിഡ്നിയിൽ സ്റ്റോൺ വരും, ഈവൻ സ്കിന്നിൽ പോലും ചിലപ്പോൾ കാൽസ്യം അടിഞ്ഞുകൂടി സ്റ്റോൺ വരും, പല്ലിലൊക്കെ ഈ കൂടുതലായിട്ട് സ്റ്റോൺ ഒന്ന് അടിഞ്ഞ് കാൽസിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞിട്ട് വയറിനകത്ത് പെപ്റ്റിക് അൾസറിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരും. പിന്നെ മാനസികമായി ഒരുപാട് പിരിമുറുക്കവും മറ്റ് പ്രശ്നങ്ങളും വരും. ലിത്താർജി ഒരുമായി ഉത്സാഹക്കുറവ്, പിന്നെ കൂടുതലായിട്ട് യൂറിൻ പോവുക, പോളിയൂറിയ, അമിതമായ ദാഹം വരിക, പോളിഡിപ്സിയ, ഡ്രൗസീനെസ് അതായത് ഉറക്കം തൂങ്ങുക, കൺഫ്യൂഷൻ അതായത് മെൻ്റൽ പ്രശ്നങ്ങൾ വരിക, വെയിറ്റ് ലോസ് വരിക, മസിൽ വീക്ക്നെസ് വരിക, BP കൂടും, വൊമിറ്റിങ് കാണാം, മലം പോകാൻ തടസ്സം കാണില്ല, കോൺസ്റ്റിപ്പേഷൻ കാണും. ഇനി കാൽസിഫിക്കേഷൻ മറ്റ് ശരീരത്തിലെ അവയവങ്ങളിൽ, ലങ്സിൽ, കോർണിയ, നമ്മുടെ കണ്ണിൻ്റെ കോർണിയയിൽ, കിഡ്നിയിൽ, കാർഡിയാക് മസിൽസിലെല്ലാം കാൽസിഫിക്കേഷൻ വരും. കിഡ്നിയിലാണെങ്കിൽ സ്റ്റോൺ മാത്രമല്ല നെഫ്രോ കാൽസിനോസിസ് എന്ന കണ്ടീഷൻ കൂടെ വരാം. സ്റ്റൊമക്കിനകത്ത് പെപ്റ്റിക് അൾസർ വരാം. ബോണിൽ ലോസ് ഓഫ് ബോൺ ടിഷ്യൂ, ഓസ്റ്റിയോപ്രോസിസ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത്
അതുകൊണ്ട് ബോണിൻ്റെ ഈ ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്. പത്തോളജിക്കൽ ഫ്രാക്ചർ വരും. പത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് വെച്ചാൽ മറിഞ്ഞ് വീഴുകയൊന്നും വേണ്ട, വെറുതെ ഒന്ന് അമർന്നാൽ മതി, ഫ്രാക്ചർ വരും. അങ്ങനത്തെയാണ് പത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് പറയും. അടുത്തത് അതായത് ഡീമിനറലൈസേഷൻ ഓഫ് ബോണിനകത്തുള്ള കാൽസ്യം ബ്ലഡിലോട്ട് വരുവാണ്. അതുപോലെ ഇറോഷൻ ഓഫ് കോർട്ടിക്കൽ ബോൺ, നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാൽ ബോണിൻ്റെ ഔട്ടർ സർഫസിൽ ഇറോഷൻ കാണും. അതിന് നമ്മൾ പെപ്പർ പോട്ട് സ്കൾ എന്ന് പറയും. തലയുടെ എക്സ്റേ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ പെപ്പർ പോട്ട് സ്കൾ എന്ന് പറയുന്ന ഒരു ഫീലിംഗാണ്. പിന്നെ ഡയഗ്നോസ് ചെയ്യാൻ ഒരു പാടുമില്ല. ഈ സിംറ്റംസൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഉദാഹരണം ഒരു പേഷ്യൻ്റ് ഇപ്പം റിക്കറൻ്റായിട്ട് യൂറിനറി സ്റ്റോണായിട്ട് വരുന്നു, ഓസ്റ്റിയൈറ്റിസ് ഫൈബ്രോയിറ്റായിട്ട് വരുന്നു, പെപ്റ്റിക് അൾസർ വരുന്നു, പാങ്ക്രിയാറ്റൈറ്റിസ്, മയോപ്പതി, ഇതൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻറ്റിൽ ഇതുണ്ടെന്ന് സംശയിക്കുകയും നമ്മൾ ഈ പാരാത്തോർമോൺ എസ്റ്റിമേറ്റ് ചെയ്യുകയും കാൽഷ്യം എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പം പേഷ്യൻറ്റിന് ഹൈപ്പർ കാൽസീമിയ കാണും. ഡയഗ്നോസ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ്. ഹൈപ്പർ കാൽസീമിയ കാണും. ഹൈപ്പോ ഫോസ്ഫേറ്റീമിയാണ്. ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറവായിരിക്കും, കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും, പാരാത്തോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് കൂടുതലായിരിക്കും, ഹൈഡ്രോക്സി പോളിൻ കൂടുതലായിരിക്കും. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പം ഈ പാരാതൈറോയിഡ് എന്തെങ്കിലും ട്യൂമറോ മുഴയോ വല്ലതും കാണും. ഇത്രയൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നീട് ഇത് നമ്മൾ പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മിക്കവാറും സർജറി ആവാനാണ് സാധ്യത. കാരണം 85% അഡിനോമയാണ്. പിന്നീട് പിന്നെ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് അത് വേണമെങ്കിൽ മെഡിക്കലായിട്ട് കൊടുക്കാം, 1 to 2 gram ഡെയിലി. പിന്നെ ഇഞ്ചക്ഷൻ കാൽസിറ്റോണിൻ കൊടുക്കാം, 4 MRC യൂണിറ്റ്സ് പെർ കിലോഗ്രാം വെച്ച് കൊടുക്കും. പിന്നെ ബിസ് ഫോസ്ഫേറ്റ്സ് കൊടുക്കാം മെഡിക്കലായിട്ട്. പക്ഷേ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സർജറിയാണ്. പിന്നെ വേറെ പുതിയ പുതിയ മരുന്നുകളൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈമറിയാണ് ഞാനീ പറഞ്ഞത്. ഇനി അടുത്തത് വേറൊന്നുണ്ട്, സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ട്. അതായത് അതിന് വേറെ എന്തെങ്കിലും കാരണം കാണും. പ്രൈമറിയാണ് ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ട്. അതാണെങ്കിൽ അതിനെന്തെങ്കിലും വേറെ കാരണങ്ങൾ കാണാം. പിന്നെ ടെർഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം വന്ന് പാരാതൈറോയിഡ് ഒരുപാട് ഓവർ ആക്ട് ചെയ്ത് പാരാതൈറോയ്ഡ് ഹോർമോൺ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അതൊരു ആട്ടോണോമസ് സിറ്റുവേഷൻ ആവുകയും ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ടാർഗറ്റ് ഓർഗൻസിൽ പ്രവർത്തിക്കാതെ വരികയും ചെയ്യുന്നൊരു കണ്ടീഷനുണ്ട്. അതിനെയാണ് ടെർഷറി ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൈപ്പോ പാരാതൈറോയിഡിസത്തിലോട്ട് പോകാം. ഈ നമ്മുടെ നാട്ടിൽ ഈ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിനേക്കാൾ കോമൺ ആയിട്ടുള്ളത് ഹൈപ്പോ പാരാതൈറോയിഡിസമാണ്. കാരണം തൈറോയിഡക്ടമി ചെയ്യുന്നത് വളരെ കോമൺ ആണ്. ടോട്ടൽ തൈറോയിഡക്ടമി, സബ് ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുമ്പോൾ ഈ പാരാതൈറോയിഡ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. 2 ഈ കഴുത്തിനകത്ത് മറ്റെന്തെങ്കിലും അസുഖം വരുമ്പോൾ ഇറേഡിയേഷൻ ചെയ്യുക, എക്സ്റേ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഹൈപ്പോ പാരാതൈറോയിഡിസം വരും. അതിനെപ്പറ്റി കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പാരാത്തോർമോണിൻ്റെ അളവ് കുറവാകുന്നതിനാണ് ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുന്നത്. കാൽഷ്യം സീറം, ബ്ലഡിലെ കാൽസ്യം ലെവൽ കുറവായിരിക്കും, ബ്ലഡിലെ ഫോസ്ഫറസ് ലെവൽ കൂടുതലായിരിക്കും. കാൽസ്യം ഫോസ്ഫറസും നേരെ ഓപ്പോസിറ്റാണ്. ഇനി അതുപോലെ ബ്രെയിനകത്ത് കാൽസിഫിക്കേഷൻ ഓഫ് ബേസൽ ഗാംഗ്ലിയ, അതായത് ഫോസ്ഫേറ്റ്സിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ ബേസൽ ഗാംഗ്ലിയ, ബ്രെയിനകത്തുള്ള ബേസൽ ഗാംഗ്ലിയയിൽ ഫോസ്ഫേറ്റ്സിൻ്റെ അളവ് കൂടിയതുകൊണ്ട് കാൽസിഫിക്കേഷൻ വരും 50% ഓഫ് പേഷ്യൻസ്. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ കാൽസിഫിക്കേഷൻ വരും, കാൽസിനോസിസ്, ക്യൂട്ടിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വരും. ഇനി എന്താണ് ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൻ്റെ കോസസ്? 1 ഇഡിയോപ്പതി, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ജനനാൽ തന്നെ ആ പേഷ്യൻറ്റിന് ഹൈപ്പോ പാരാതൈറോയിഡിസം കാണും. 2 ഡിസ്ട്രക്ഷൻ ഡ്യൂറിങ് സർജറി, അതായത് നമ്മൾ തൈറോയിഡിൻ്റെ വലിയ സർജറി, ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുമ്പോൾ ചിലപ്പം ഈ പാരാതൈറോയിഡ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ കഴുത്തിലെന്തെങ്കിലും നെക്കിലും അല്ല ഗ്ലാൻഡൊക്കെ വന്ന് അല്ലെങ്കിൽ ലിംഫോമ പോലത്തെ അസുഖമൊക്കെ വന്ന് നമ്മൾ റേഡിയേഷൻ ചെയ്യും, നെക്കിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ ചിലപ്പം പാരാതൈറോയിഡും കൂടെ ഇൻഫാർഷൻ വരും, നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നിയനേറ്റ്സ്, പ്രസവിച്ച ഉടനെ തന്നെ അമ്മയ്ക്ക് ഹൈപ്പോ പാരാതൈറോയിഡിസം ഉണ്ടെങ്കിൽ കുഞ്ഞിന് കുറച്ച് നാളത്തേക്ക് ഹൈപ്പോ പാരാതൈറോയിഡിസം വരാം. പിന്നെ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അത് ശരീരത്തിലെ എല്ലാ ഭാഗത്തും ബാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഉദാഹരണം റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE എന്നൊക്കെ പറയുമ്പോഴത്തെ അസുഖം, അങ്ങനെ പാരാതൈറോയിഡിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റൽ സിൻഡ്രം, പാരാതൈറോയിഡ് ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നില്ല, എക്സാമ്പിൾ ഡി ജോർജ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ സ്യൂഡോ ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ട്.
അതെന്ന് പറഞ്ഞാൽ പാരാതൈറോയ്ഡ് യഥാർത്ഥത്തിൽ നോർമലായിരിക്കും, പക്ഷേ ഈ പാരാതൈറോയ്ഡ് ടാർഗറ്റ് സെൽസിൽ ആക്ട് ചെയ്യുന്നില്ല. അതാണ് സ്യൂഡോ എന്ന് വെച്ചാൽ ഫാൾസ് എന്നാണ് അർത്ഥം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴും വരുന്ന ഒരു കേസാണ് ഈ ഹൈപ്പോ പാരാതൈറോയിഡിസം. അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റമാണ് ടെറ്റനിയാണ്. കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പം ടെറ്റനി എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതാണ് ടെറ്റനി ആയിട്ടെന്ന് വെച്ചാൽ ഈ കാർപ്പോപ്പിഴൽ കൈയൊക്കെ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ്. പിന്നെ പല്ലിനൊക്കെ പ്രശ്നം വരും. പിന്നെ ചെറുപ്പത്തിൽ തന്നെ കാറ്ററാക്റ്റ് വരും. പിന്നെ മയോകാർഡിയത്തിൽ കുഴപ്പം വരും, അതായത് ഹാർട്ടിൻ്റെ മസിൽ CNSലൊക്കെ കുഴപ്പം വരും. പിന്നീട് അപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടുള്ള അസുഖങ്ങളാണ് ഈ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ 1-2 ടെസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ചോസ്റ്റെക്സ് സൈൻ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫേഷ്യൽ നെർവിൽ നിന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫേഷ്യൽ മസിൽസ് എല്ലാം പിന്നീട് ടിച്ച് ചെയ്യും. അതാണ് ഫേഷ്യൽ മസിൽസ് ഹൈപ്പർ ആക്ടിവിറ്റി. പിന്നെ ട്രോസേഴ്സ് സൈൻ എന്ന് പറഞ്ഞൊരു സൈനുണ്ട്. അതാണെങ്കിൽ ഇവർ BP അപ്പാരറ്റസിൻ്റെ കഫ് വെച്ച് ഈ BPയേക്കാൾ കൂടുതൽ ഇൻഫ്ലേറ്റ് ചെയ്ത് പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്ത് 5 മിനിറ്റ് അങ്ങനെ വച്ചേക്കുമ്പോൾ തന്നെ ഈ പേഷ്യൻറ്റിന് കയ്യിൽ കാർപ്പോപ്പുള്ള സ്പാസം വരും. കൈ ഇങ്ങനെ കോച്ചി പിടിക്കുകയും വേദനിക്കുകയും ചെയ്യും. പെയിൻഫുൾ സ്പാസം ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ചില കൺവെർഷൻ വരും. പേഷ്യൻറ്റ് കാൽഷ്യത്തിൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞാൽ കൺവെർഷൻ വരും, സൈക്കാട്രിക് ബിഹേവിയർ വരും. പിന്നെ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് വന്ന് പാർക്കിൻസോൺസം പോലെ സ്പാസ്റ്റിക് ലീഷൻ വരും, സ്പാസം പോലെ വരും. പിന്നെ സ്കിന്നാണെങ്കിൽ ഡ്രൈ ആയിരിക്കും, സ്കെയിലി ആയിരിക്കും. അതിനകത്ത് മൊണീലിയാസിസ് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വളരെ കോമൺ ആയിരിക്കും. പിന്നെ ഡെൻ്റലിൽ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ പല്ലിൻ്റെ ഇടയിലൊക്കെ വന്ന് ഈ കാലസ് വന്ന് ഫോം ചെയ്യും. പിന്നീട് കാറ്ററാക്റ്റ് വരും. പിന്നെ കാർഡിയാക് ഫങ്ഷനെ ബാധിക്കും. അങ്ങനെ ശരീരത്തിൽ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഹൈപ്പോ പാരാതൈറോയിഡിസം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നായിട്ട് അക്യൂട്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ആണെങ്കിൽ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാം. ആ IV ആയിട്ടൊരു 1-2 ആംപ്യൂൾ കാൽഷ്യം കൊടുക്കുമ്പോൾ തന്നെ ഡ്രമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. പിന്നെ ഓറൽ കാൽസ്യം ഇഷ്ടം പോലെ കഴിക്കുക. അതിനോടൊപ്പം വൈറ്റമിൻ ഡിയും കൂടെ കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാൽസ്യം ഇഞ്ചക്ഷൻ വൈറ്റമിൻ ഡി കൊടുക്കുക. അതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടെങ്കിൽ ആ കാരണത്തിൽ കൂടെ ചികിത്സിക്കുക. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. തൈറോയിഡിൻ്റെ അടുത്തിരിക്കുന്നതാണ്. 4 ഗ്ലാൻഡ്സ് ഉണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതോർമോണ്. അത് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ പാരാതൈറോയിഡിസം, കുറഞ്ഞാൽ ഹൈപ്പോ പാരാതൈറോയിഡിസം വരും. അത് കാൽസ്യത്തിൻ്റെ മെറ്റബോളിസമാണ് അതിൻ്റെ മെയിൻ ജോലി. നമ്മുടെ നാട്ടിൽ വളരെ കോമണാണ്. ഇത്രയാണ് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.